ലൈനിലേക്ക് സ്വാഗതം. ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച MT വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? 2025 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച MT വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഡോക്ടർ കെ ശ്രീകുമാർ ആണ്. ഡോക്ടർ കെ ശ്രീകുമാർ. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകുന്നതിന് പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകുന്നതിന് പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള. പദ്ധതിയുടെ പേര് കെയർ കേരള. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുകയും തലച്ചോറ് തീനി എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമീബ വകഭേദം ഏത്? കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുകയും തലച്ചോറ് തീനി എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമീബ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. കേരള സർക്കാർ പോലീസ്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാർ പോലീസ്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 112 ആണ്. 112. അടുത്ത ചോദ്യം, 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? വീയപുരം ചുണ്ടനാണ്. ഉത്തരം ഓപ്ഷൻ എ, വീയപുരം ചുണ്ടൻ. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിൽ ഒന്നായ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിൽ ഒന്നായ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഓപ്ഷൻ എ ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, KSFE. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനം 2025 സ്വീകരിച്ച പ്രമേയം എന്തായിരുന്നു? എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനം 2025 സ്വീകരിച്ച പ്രമേയം എന്താണ്? ശാസ്ത്രം ആഗോള പ്രവർത്തനം വരെ. ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. ഓസോൺ ദിനം എന്നാണ്. സെപ്റ്റംബർ 16 2025 ലോക ഓസോൺ ദിന പ്രമേയം എന്ന് പറയുന്നത് ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ എന്നതാണ്. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിക്കുന്നത് ആര്? നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിക്കുന്നത് CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായി അടുത്തിടെ പുറത്തിറങ്ങിയ കൃതി താഴെ പറയുന്നവയിൽ ഏതാണ്? ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായി അടുത്തിടെ പുറത്തിറങ്ങിയ കൃതിയാണ് മദർ മേരി കംസ് ടു മീ എന്നത്. കൃതിയുടെ പേരെന്താണ്? മദർ മേരി കംസ് ടു മീ. ആരുടെ കൃതിയാണ്? അരുന്ധതി റോയുടെ കൃതിയാണ്. 2025 ജനുവരിയിൽ പൂർണ്ണ അംഗത്വം നേടിക്കൊണ്ട് ബ്രിക്സിൽ ഔദ്യോഗികമായി ചേർന്ന പുതിയ രാജ്യം ഏത്? 2025 ജനുവരിയിൽ പൂർണ്ണ അംഗത്വം നേടിക്കൊണ്ട് ബ്രിക്സിൽ ഔദ്യോഗികമായി ചേർന്ന പുതിയ രാജ്യം ഏത്? ഇന്തോനേഷ്യയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്തോനേഷ്യ. പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ് ഈ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ് ഈ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവമാണ്. ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവം.
ഏത് വൈറ്റമിനാണ് രാസപരമായിട്ട് പാൻതോതെനിക് ആസിഡ്? പാൻതോതെനിക് ആസിഡ് എന്നത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5 ആണ് പാൻതോതെനിക് ആസിഡ്. വൈറ്റമിൻ B5. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിലാണ്. ഓപ്ഷൻ എ ത്രിപുര. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഡാഷ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ്? പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലൂയി പാസ്റ്റർ. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബോണൈറ്റ് ആണ്. സോഡിയം കാർബോണൈറ്റ്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബോണൈറ്റ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം ഏത്? സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം സേവന അവകാശ നിയമമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സേവന അവകാശ നിയമം. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? അയർലൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയർലൻഡ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ് ആണ്. ഓപ്ഷൻ സി ഭഗത് സിംഗ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. മലനാട്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212 ആണ്. 212. സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം. സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, NRLM. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്താണ്. ഓപ്ഷൻ സി അരുവിപ്പുറം. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമ്മേളനം അമരാവതിയാണ്. അമരാവതി സമ്മേളനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ ആണ്. കുമാരനാശാൻ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം എവിടെയാണ് ആരംഭിച്ചത്? കർണാടകത്തിലാണ്. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ഒരു മനുഷ്യന്റെ നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്? 33 ആണ്. 33 കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്നത്. വിൽഹെം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം ഏതാണ്? വിൽഹെം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം
1895. അപ്പൊ എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വിൽഹേം കോൺറാഡ് റോഡ്സനാണ്. വർഷം 1895. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാറിലെ ആറ എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാറിലെ ആറ എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ഏത് തീയതിയിലാണ്? മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ഏത് തീയതിയിലാണ്? 1857 ഏപ്രിൽ 8-നാണ്. 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. പ്രസിദ്ധ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ മഹാശ്വേതാ ദേവി ആദിവാസി നേതാവായ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച വിഖ്യാത നോവൽ ഏതാണ്? പ്രസിദ്ധ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ മഹാശ്വേതാ ദേവി ആദിവാസി നേതാവായ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച വിഖ്യാത നോവൽ ഏതാണ്? ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ ആരുടെ നോവലാണ്? മഹാശ്വേതാ ദേവിയുടെ നോവലാണ്. കേന്ദ്ര കഥാപാത്രമാരാണ്? ബിർസ മുണ്ടയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സന്യാസി ഫക്കീർ കലാപത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയവർ താഴെ പറയുന്നവരിൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സന്യാസി ഫക്കീർ കലാപത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയവർ താഴെ പറയുന്നവരിൽ ആരായിരുന്നു? ഭവാനി പഥക്, മജ്നു ഷാ. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലീസ് പ്രഭുവാണ്. കോൺവാലീസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലീസ് പ്രഭു. കേരള ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായ ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത് ഏത് വർഷമാണ്? ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത് 1599-ലാണ്. 1599-ലാണ് ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത്. ഇന്ത്യയിൽ അച്ചടി വിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തി ഏതാണ്? ഇന്ത്യയിലെ അച്ചടി വിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന ബഹുമതിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആര്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന ബഹുമതിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനെന്നും ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായും കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനെന്നും ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായും കണക്കാക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ്. രാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? രാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 1897-ലാണ്. 1897-ലാണ് സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വിപ്ലവ പ്രസ്ഥാനമായ ഖദ്ദർ പാർട്ടി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അതുപോലെ അതിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ആരാണ്? ഖദ്ദർ പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അതിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ആരാണ്? അമേരിക്കയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. നേതൃത്വം നൽകിയത് ലാലാ ഹർദയാലാണ്. ഏത് പാർട്ടിയാണ്? ഖദ്ദർ പാർട്ടി. അമേരിക്കയിലെ നേതൃത്വം നൽകിയത് ലാലാ ഹർദയാൽ. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്നതും
പ്രകാശമുള്ള ഭാഗത്തെയും ഇരുണ്ട ഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്നതുമായ സാങ്കല്പിക രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? പ്രകാശവൃത്തമാണ്. പ്രകാശവൃത്തം. ഓപ്ഷൻ ബി പ്രകാശവൃത്തം. ഭൂമിയിൽ ചലിക്കുന്ന വസ്തുക്കൾക്ക് കാറ്റ്, സമുദ്രജലം മുതലായവ ഇരു അർദ്ധഗോളങ്ങളിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? ഭൂമിയിൽ ചലിക്കുന്ന വസ്തുക്കൾക്ക് ഇരു അർദ്ധഗോളങ്ങളിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് കോറിയോലിസ് ബലം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോറിയോലിസ് ബലം. ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര്? ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിയാണ് അറോറ ബോറിയാലിസ്. അറോറ ബോറിയാലിസ് എവിടെയാണ്? ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ. ജയ്പൂരിലെ ജന്തർ മന്ദിർ എന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? എവിടത്തെയാണ്? ജയ്പൂരിലെ ജന്തർ മന്ദിർ എന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2010 ഓപ്ഷൻ സി ആണ് ഉത്തരം. 2010. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ശെൻതരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരി അല്ലാത്തത്. ശെൻതരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ശരിയാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ശരിയാണ്. 1956 ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. ഈ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകര എന്ന് പറഞ്ഞിരിക്കുന്നു. നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ശരിയാണ്. കേരളത്തിൽ തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി എന്നിവ ശരിയാണ്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 130. മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അപ്പൊ കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഇനി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. അപ്പൊ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് എവിടെയാണ്? തിരുനെൽവേലിയാണ്. തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലി. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്.
നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്